ദൈവം ഉപയോഗിച്ച എല്ലാ ദൈവഭൃത്യന്മാരും, all those men who were used by God, അവന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, in the presence of God, ദൈവം സംസാരിക്കുന്നതിന്റെ മുമ്പിൽ, in presence of God, when God spoke to them, അവരെല്ലാവരും കരയുന്നവരായിരുന്നു. they all would weep before his word. ഈ നിന്റെ സമ്പത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ സമ്പത്ത് ബാങ്കിലും വസ്തുവിലുമല്ല. The treasure of Christian person isn't found in bank or isn't found in any sort of case. ആ ക്രിസ്ത്യാനിയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവന്റെ കണ്ണുനീരാണ്. True Christian's treasure is his tears. ഈ കണ്ണുനീര് ഞാൻ പറയുന്നത് കടം വരുമ്പോൾ കരയുന്നതല്ല. So I want to clarify this. The tears that this brings is when you face a debt. അടുത്തത് രോഗം വരുമ്പോൾ ഇരുന്ന് കരയും. അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. ആ കണ്ണുനീരിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. We aren't talking of the tears that normally every person cries when he faces challenges. In emotion you shed tears. പക്ഷേ ഞാൻ പറയുന്നത് ദൈവ സാന്നിധ്യത്തിനകത്ത് കരഞ്ഞ് ജയിച്ച ഒത്തിരി പേർ ബൈബിളിലുണ്ട്. But the tears that I am talking of is the men of God and the women of God, those who cried in the presence of God and have become victorious. കരയുന്നവർ ഏതാണ്ട് മോശക്കാരാണെന്നും, people assume those who shed tears they are failures. പ്രത്യേകിച്ച് പുരുഷന്മാർ കരഞ്ഞാൽ, especially they imagine if men or male അവരേതാണ്ട് ബലഹീനരാണെന്നുള്ള ചിത്രമാണ് ലോകത്തിന്റെ വ്യൂവിലുള്ളത്. The world has the impression that if men cries they are weak. എന്നാൽ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ വലിയ ബലവാന്മാരെന്നും യുദ്ധം നയിച്ചവർ, ജയാളികളായി നിന്നവർ, ഒന്നിനെയും ഭയപ്പെടാത്ത നൂറുകണക്കിന് ആളുകൾ ബൈബിൾ ചരിത്രത്തിൽ അവർ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ പിടിവിട്ട് കരഞ്ഞിട്ടുണ്ട്. But in the scriptures and also historically, mighty men of God, warriors who have been victorious, of them if we talk or if we see their life, they shed tears in the presence of God. മരണത്തെ ഭയമില്ലാത്തവർ, മരണത്തെ വെല്ലുവിളിച്ചവർ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ കരഞ്ഞതായി ബൈബിൾ പറയുന്നു. Those who weren't afraid of death, those who challenged death in the presence of God, these men, these women would shed tears. നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് നീ തുടച്ചു കളഞ്ഞേക്കാം, പക്ഷേ അതിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നീ സേവിക്കുന്നത്. The tears that you have shed you may have wiped away, but we have a Lord whom we serve, that who would collect the tears in his bottle.